പാഠ്യേതര രംഗത്തെ മികവിൽ ഇന്ത്യയിലെ 3000-ലധികം സ്കൂളുകളോടൊപ്പം പത്മശ്രീ സെൻട്രൽ സ്കൂൾ ഏനാത്ത, പവേർഡ് ബൈ ലീഡ് സ്കൂൾ മുംബൈ. അഡ്മിഷൻസ് ഓപ്പൺ ഫോർ പ്ലേ ക്ലാസ് ടു ഗ്രേഡ് 11. ഭാവിയെ വിജയത്തിലേക്ക് നയിക്കുന്ന പഠനം. അടൂർ നഗരസഭയുടെ വികസന നായകൻ ബാബു ദിവാകരന് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചപ്പോൾ അദ്ദേഹം കുന്നത്ത് നാട്ടിൽ 2020-യുടെ സ്ഥാനാർത്ഥിയായി. തന്നെ ചേർത്ത് പിടിച്ച സാബു എം ജേക്കബിനും പാർട്ടിക്കുമൊപ്പമുള്ള അനുഭവങ്ങൾ ബാബു ദിവാകരൻ അടൂർ ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നു. നമസ്കാരം, ഞാൻ ബാബു ദിവാകരൻ. ഞാൻ കുന്നത്ത് നാട്ടിൽ 2020 NDയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. കുന്നത്ത് നാട്ടിലെ പരാജയം, NDയുടെ പരാജയം, അവിടെ 2020 സഖ്യം NDയായി ചേർന്നതിലുള്ള തീരുമാനം വളരെ പെട്ടെന്ന് എടുക്കുകയും എന്തിനു വേണ്ടിയാണ് 2020 അത്ര ഒരു നിലപാടെടുത്തതെന്ന് 2020-യുടെ വോട്ടർമാരെ, അണികളെ പറഞ്ഞ് അതിൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിലുള്ള ഒരു സമയം കിട്ടിയിരുന്നില്ല. യഥാർത്ഥത്തിൽ ശ്രീ സാബു എം ജേക്കബ് അങ്ങനെ ഒരു നിലപാടെടുത്തത് അദ്ദേഹത്തിന് വ്യക്തിപരമായി എന്തെങ്കിലും, അദ്ദേഹത്തിന്റെ ബിസിനസ് പരമായോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും കേന്ദ്രമന്ത്രിയോ രാഷ്ട്രപതിയോ പത്മഭൂഷണോ പത്മശ്രീ ഒന്നും വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയല്ല. നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ കയ്യിൽ നിന്നും ആ സർക്കാരിൽ നിന്നും വികസന പ്രവർത്തനങ്ങൾ ഒന്നൊന്നായി കൊണ്ടുവരിക എന്ന് മാത്രമായിരുന്നു അദ്ദേഹം ലക്ഷ്യമിട്ടത്. അതിനുവേണ്ടിയുള്ള ചടുലമായ നീക്കങ്ങൾ അദ്ദേഹം ആരംഭിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലം ഏറെ താമസിയാതെ കുന്നത്ത് നാട്ടുകാരും BJP ജയിച്ച മണ്ഡലങ്ങൾ അടക്കമുള്ളിടത്ത് അത് അറിയുകയും ചെയ്യും. അപ്പോൾ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. പക്ഷെ അത് കോൺഗ്രസിനും CPM-നും ഒരു പരിധിവരെ ജനങ്ങളെ അത് വർഗീയതയുടെ നിറമൊക്കെ കൊടുത്ത് തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് കഴിഞ്ഞു. ഒരു ട്രെൻഡ് സെക്ടർ, അത് CPM-നെതിരെ, പിണറായി വിജയനെതിരെയുള്ള ഒരു ട്രെൻഡ് സെക്ടർ കേരളത്തിലെമ്പാടും ഉണ്ടായിരുന്നു. CPM-ന്റെ കേഡർമാർ പോലും വോട്ട് മാറ്റി കുത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതാണ് കുന്നത്ത് നാട്ടിലെ ഒരു പരാജയത്തിന്റെ കാരണമായി വിലയിരുത്തപ്പെടുന്നത്. പക്ഷെ 2020 അതിൻ്റെ കർമ്മപദ്ധതികളുമായി മുന്നോട്ടാണ്. കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങുവാനും പ്രവർത്തിക്കുവാനും, നേരിൻ്റെ രാഷ്ട്രീയം, നന്മയുടെ രാഷ്ട്രീയം, പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയം, അവർക്ക് ആഹാരം, വസ്ത്രം, പാർപ്പിടം, അങ്ങനെയൊക്കെയുള്ള നന്മകൾ മാത്രം മുന്നിൽ കാണുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതിൽ തന്നെ പദ്ധതികളും പരിപാടികളും സത്യസന്ധമായും സുതാര്യമായും നടപ്പിലാക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. അതിലേക്ക് ആളുകൾ കൂടുതൽ വിശ്വാസ്യത അർപ്പിച്ച് വീണ്ടും 2020 NDA സഖ്യം കുന്നത്ത് നാടിൽ കൂടി പാറിക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.